എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ SC ST വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ആണ്, നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം നിരസിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള അപേക്ഷകൾക്ക്, അതായത് നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം നിരസിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ചെയ്താൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാം. ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഫീ കൺസെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ ആ റിസർവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ആ ഒരു റിസർവേഷൻ ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു SC അല്ലെങ്കിൽ ST അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിഭാഗം ഏതാണ്, SC ആണോ ST ആണോ എന്നുള്ളത് കറക്റ്റായിട്ടുണ്ടാകും. അതിനുശേഷം അത് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തായാലും SCO അല്ലെങ്കിൽ STO എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടാകും. അതായത് നിങ്ങൾ SC ആണെങ്കിൽ SCയും ST ആണെങ്കിൽ STയുമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു റിസർവേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ആക്സെപ്റ്റ് ചെയ്യാതെ വിദ്യാർത്ഥികൾ, അത് നിങ്ങളുടെ ആ ഒരു SC ST റിസർവേഷൻ ക്ലെയിം ചെയ്തിട്ടില്ല, അതായത് ആ ഒരു ക്ലെയിം നിരസിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ ജനറൽ വിഭാഗത്തിലേക്ക് പരിഗണിക്കുന്നതിനായിട്ട് ഈ ഒരു അപേക്ഷാ ഫീസിൻ്റെ ബാക്കി തുക 400 രൂപ അടച്ച ശേഷം ഈ ഒരു 9-ാം തീയതി വരെ അത് ഈ ഒരു ഫീസ് അടക്കുന്നതിനായിട്ട്, അതായത് 400 രൂപയാണ്. അത് ജനറൽ കാറ്റഗറിക്ക് 800 രൂപയാണ് ഫീസ്, SC STക്ക് ആണെങ്കിൽ 400 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു റിസർവേഷൻ ക്ലെയിം കിട്ടുന്നില്ലെങ്കിൽ, അതായത് അത് നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് 400 രൂപ അതായത് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജനറൽ കാറ്റഗറിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് 9-ാം തീയതി വരെ ആ ഒരു ഫീസ് അടക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീസ് അടക്കാനായിട്ട് നിങ്ങൾക്ക് അപേക്ഷയുടെ ഹോം പേജിൽ ലോഗിൻ ചെയ്ത് ബാലൻസ് ഫീസ് ടു ബി പെയ്ഡ് എന്ന ലിങ്കിലൂടെ പേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഭാഗം അതിൽ വരും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയിൽ തെറ്റായതോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാത്തതോ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളെക്കുറിച്ച് ലോഗിൻ പോർട്ടലിലൂടെ ഇതിനകം അറിയിപ്പ് ലഭിച്ചിട്ടുള്ള അപേക്ഷകർ 2024 ജൂലൈ 11-നും ജൂലൈ 14-ാം തീയതിക്കും ഇടയിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പുതിയ ക്ലെയിമുകളൊന്നും പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ വിദ്യാർത്ഥികളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 15-ാം തീയതിക്ക് ശേഷമാണ്. കാരണം 14-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാത്തതുമായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളതോ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂലൈ 11 മുതൽ 14-ാം തീയതി വരെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. പുതുതായിട്ട് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമില്ല. അതായത് പുതിയ ക്ലെയിമുകൾ, അതായത് നിങ്ങളിപ്പോൾ SC ST ആണ് എന്നാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ OBC ആണ്, അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻ ക്ലെയിം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അത് ഓൾറെഡി ആ ഒരു ക്ലെയിം ഉണ്ട് എന്ന് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് വീണ്ടും അതിൻ്റെ ക്ലെയിം വെക്കാനായിട്ട് പറ്റില്ല എന്നാണ്. ഓൾറെഡി ക്ലെയിം വെച്ചിട്ടുള്ള, അതായത് ആ ഒരു ക്ലെയിം അവകാശപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ് നിങ്ങൾ തെറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാത്തതായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അറിയിപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 15-ാം തീയതിക്ക് ശേഷമാണ്. കാരണം 14-ാം തീയതി വരെ ഈ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ് വരിക. താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് അതുമായി ബന്ധപ്പെട്ട്, അതായത് അതിൽ ഇൻഡെക്സ് മാർക്ക് ഉണ്ടാകും, അതുപോലെ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും അതിൽ തെറ്റുണ്ട്, അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസിൽ വല്ല തെറ്റുകളും ഉണ്ട് എങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് LBS സെൻറ്ററിനെ ഇമെയിൽ മുഖാന്തരം അറിയിക്കുകയും അപ്പോൾ ആ ഒരു തെറ്റുകളൊക്കെ പരിഹരിച്ച ശേഷം പിന്നീട് ഏകദേശം 2 ദിവസത്തിന് ശേഷമാണ് നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് വരിക. മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷമാണ് നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുക. എത്ര കോളേജുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം വരുന്ന കോളേജുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഓപ്ഷനുകൾ നൽകണം. അതായത് ആദ്യം നിങ്ങൾ ഓപ്ഷൻസ് വെക്കണം. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യാനും വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് ആദ്യം തന്നെ വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓപ്ഷൻ വെക്കേണ്ടത്. അത് താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്കൊന്നും നോക്കാതെ തന്നെ ഓപ്ഷൻ വെക്കാം.
പക്ഷെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കേണ്ടത്. കാരണം ഓരോ കോളേജിലും ഫീസ് വ്യത്യാസമായിരിക്കും. അത് ഗവൺമെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ 23,170 അതേസമയം സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം ഓരോ വർഷം നിങ്ങൾക്ക് 1,13,000 രൂപയോളം ഫീസ് വരുന്നതാണ്. രണ്ടാം വർഷം ഇതേ രീതിയിൽ തന്നെ 1,02,000 രൂപ, രണ്ടാം വർഷവും മൂന്നാം വർഷം ഈ രീതിയിൽ, നാലാം വർഷവും വരുന്നതായിരിക്കും. ഗവൺമെൻറ്റിലാണെങ്കിൽ വളരെ കുറച്ച് ഫീസായിരിക്കും ആവശ്യം വരിക. അതുപോലെ SC ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഗവൺമെൻറ്റിലാണെങ്കിൽ അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിലും ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. എന്നാൽ SC ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും ഉള്ള ആ ഒരു സെയിം ഫീസ് തന്നെ, അതായത് യാതൊരുവിധ ഫീ കൺസെഷനും ലഭിക്കുന്നത് ആയിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്ന പേജിൽ തന്നെ ആ ഒരു സീറ്റ് മാനേജ്മെൻ്റ് ആണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റാണോ എന്നുള്ളത് ഗവൺമെൻറ് കോളേജിലെ മെറിറ്റ് സീറ്റാണോ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ഘട്ടത്തിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ താല്പര്യമുള്ള കോളേജുകളൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു പിന്നീട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് പിന്നീട് ആ ഒരു വേക്കൻസി ബേസ് ചെയ്തിട്ട് ഓപ്ഷൻ വെക്കാൻ സാധിക്കുക. ആദ്യ ഘട്ടത്തിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോളേജുകളൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വെക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. പിന്നീട് അതിനനുസരിച്ച് ചാൻസ് കുറയുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.